അപ്പോൾ ഗൈസ് നമ്മൾ ചായപ്പീടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഡ്രൈവർ ഇന്ന് വരുന്നത് ശ്യാമിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവറോ? ഡ്രൈവറല്ല, നമ്മളെ പാർട്ട്ണർ എന്ന് പറയാം, അതായിരിക്കും ബെസ്റ്റ്. ഭാവിയിലെ കോടീശ്വരന്മാരാണ് ഞങ്ങൾ. അതെ അതെ അതെ. നമ്മൾ എന്ത് ബിസിനസ് ആണ് വിഷ്ണു? നമ്മളിപ്പോൾ കുറേ ബിസിനസ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് എന്താണ് പറയാനുള്ളത്, ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്യും. പക്ഷെ ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ ഡൗൺ ആയിട്ടല്ലേ ഉള്ളത്? അത് ഒരു ഇഷ്യൂ ആണ്. കണ്ട സൂര്യന്റെ ഇപ്പൊ നിങ്ങൾ നിക്ഷേപിച്ച ഇരട്ടി ലാഭം കൊയ്യാം. സ്റ്റോക്കിലൊക്കെ ഇട്ട നല്ല എന്താണ് അഭിപ്രായം? സ്റ്റോക്കിലുള്ള ഇപ്പൊ ഇടുന്നത് ഭാവിയില് അല്ല, ഇപ്പം ഇടിഞ്ഞിട്ടല്ലേ ഉള്ളത്. ഈ സ്വർണം വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ക്രിപ്റ്റോ വേറെ, സ്വർണം വേറെ, എന്നാലും സ്വർണത്തിനെ കുറിച്ച് പറയാനുള്ളത്, സ്വർണം എന്ന് പറയുന്നത് പ്രാചീന കാലം മുതല് ഇന്ന് വരെ ഡിമാൻഡുള്ളൊരു വസ്തുവാണ്. ഇനിയിപ്പോ യുദ്ധം വന്ന് എല്ലാം തകർന്നാലും, നമ്മുടെ നോട്ട് തകർന്നാലും സ്വർണത്തിന് അതിൻ്റെതായ മൂല്യം ഉണ്ടാവും. സ്വർണ്ണമായിരിക്കും പിന്നെ വിനിമയത്തിനും കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ നോട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നോട്ട് എങ്ങനെ ഉണ്ടായതെന്ന് അറിയാം എനിക്ക്? ഇല്ല. അത് ഫസ്റ്റ് അമേരിക്കയില് നമ്മളെ കയ്യിൽ സ്വർണ്ണമുണ്ട്, നമ്മളത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ അവര് നിന്റെ ഇത്ര സ്വർണം ബാങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് നമുക്കൊരു റെസീറ്റ് തരും. അതാണ് ഇപ്പൊ $500 ഉണ്ടെങ്കിൽ ഈ ഇത്ര ഗ്രാം സ്വർണം അതിലുണ്ട് എന്നുള്ളതിനാണ് ഇത് തന്നുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. പിന്നെ അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടാകുമ്പം ഈ ഡോളറിന്റെ പിന്നിലെ ഡോളറിന് പിന്നിലെ ഈ സ്വർണത്തിന്റെ ശക്തി അവർ കുറച്ചു. സ്വർണം ഇനി ഡോളർ കൊണ്ടുവന്നെങ്കിൽ സ്വർണം തരില്ല എന്നുള്ള ഒരിത് വന്ന് അങ്ങനെയാണ് ഫസ്റ്റ് നോട്ട് ഉണ്ടായത്. അപ്പൊ അതിന്റെ പിന്നിലും പണ്ട് കാലത്ത് ഉള്ളത് സ്വർണ്ണമാണ് ഇപ്പൊ മെയിൻ ആയിട്ട്. അപ്പൊ നമ്മളിനി എപ്പോഴും സ്വർണത്തിന് വില കുറയില്ല എന്നാണ് പറയുന്നത്. സ്വർണത്തിന് ചിലപ്പോ കുറയും, കുറഞ്ഞാലും കുറച്ചു കാലം മൂല്യം എല്ലാത്തിനെക്കാട്ടും മൂല്യം ഉണ്ടാവും സ്വർണത്തിന്. എല്ലാ കാലത്തും മൂല്യം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്? ഇത് അവൈലബിലിറ്റി കുറവുന്നതുകൊണ്ടല്ലേ ഇനി മൂല്യം കൂടുന്നത്? അതാണ് എന്താണ് അവസ്ഥ? അവൈലബിലിറ്റി കുറവാണ്. പിന്നെ അത് ഭൂമിയിൽ ഇപ്പൊ തീരാനായി. സ്വർണത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വർണം ഭൂമിയിലേക്ക് വന്നത് വേറൊരു ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ച് അതിൽ നിന്ന് വ്യാപിച്ചിട്ടാണ് സ്വർണം ഭൂമിയിൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഈ ഇരുമ്പും മറ്റേ ഇതൊക്കെ ഇല്ലതുപോലെ സ്വർണം ഭൂമിയിൽ ഇല്ലൊരു വസ്തുവല്ല. വേറെ എവിടുന്നോ ഉൽക്ക പതിച്ചിട്ട് ഇതിലേക്ക് വ്യാപിച്ച് അതിൽ പകുതി 3/4% മനുഷ്യനിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ഇനി ബാക്കിയില്ല സ്വർണം. എല്ലാം നമ്മളെ കൈമയാണ് ഉള്ളത്. എല്ലാം നമ്മളെ കൈമയാണ് ഉള്ളത്. അപ്പം ഒരു സാധനം സ്വാഭാവികമായിട്ട് സാധനത്തിന്റെ ഇത് കുറയുമ്പോ അവൈലബിലിറ്റി കുറയുമ്പോ അതിന്റെ ഡിമാൻഡ് കൂടുമ്പോ അതിന്റെ വില കൂടും. ഇനിയിപ്പം നമ്മളിപ്പോ സ്റ്റോക്കിലും ക്രിപ്റ്റോയിലും എല്ലാം നിക്ഷേപിച്ചാല് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന അല്ലെങ്കിൽ ഒരു ടെക്നോളജി ക്രാഷ് വന്ന എല്ലാ ടെക്നോളജികളും തകർന്ന സ്റ്റോക്ക് ഇവിടുന്ന് നിങ്ങക്ക് പൈസ തരും. പക്ഷെ നമ്മുടെ സ്വർണ്ണ അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ. അത്രയല്ലോ. അതേപോലെ ഏറ്റവും നല്ലത് ലാൻഡിൽ നിക്ഷേപിക്കുന്നതാണ്. ഇനിയിപ്പോ എല്ലാം വന്ന് തകർന്നാലും നമുക്ക് കുറച്ച് നെല്ല് കൃഷി ചെയ്ത് തിന്നാം. വളഞ്ചിയായ അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി ഒരു എത്ര മീറ്റർ ഉണ്ടാവും ശ്യാമിലെ നമ്മളെ ചായപ്പീടിയിലേക്ക്? നമ്മൾ സ്ഥിരം പോകുന്ന ചായപ്പീടിയാണ്. ചായപ്പീടിയിലേക്ക് എന്തുകൊണ്ടാണ് ശ്യാമിലെ നമ്മൾ ഈ സ്ഥിരം ഈ ചായപ്പീടിയിൽ പോകുന്നത്? കുറെ ചായപ്പീടി ഉണ്ടല്ലോ ഈ നാട്ടിലേക്ക്. ചായന്റെ ടേസ്റ്റ് നല്ല ചായ ഒരു പോയിന്റ് ആക്കി. പിന്നെ അയാളുടെ സൗമ്യമായ പെരുമാറ്റം. പിന്നെ പെരുമാറ്റത്തിനാണ് ഒരു പോയിന്റ് മിനിമമായിട്ട് കൊടുക്കേണ്ടത് അധികം. അതെ, നല്ല പെരുമാറ്റം. ചായ ഇപ്പൊ ഒരു ദിവസം കുറച്ച് വാങ്ങില്ലെങ്കിലും പെരുമാറ്റം, ഇത് രണ്ടും നല്ല ഉണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ഇപ്പൊ 2 വഴിയാണുള്ളത്. ഒന്ന് കാട്ടിലേക്ക് കൂടി പോവാം, ഒന്ന് നാട്ടിലേക്ക് പോവാം. കാട്ടിൽ കൂടി പോയാലോ? ഒന്ന് കാട്ടില് പോവാം. ഇന്നിപ്പോ നിങ്ങൾക്ക് ഞാൻ കാട് വഴിയാണ് കാണിച്ചു തരുന്നത്. ഇതാണ് അതിമനോഹരമായ വളഞ്ചി കാടുകൾ. പൂച്ചയൊക്കെ വട്ടം ചാടി. ഈശ്വര, പണിപാടോ. പണ്ട് കാലത്തെ ആൾക്കാര് പൂച്ച കുറുകെ വന്നാൽ ശുഭലക്ഷണമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 2 മൈനയെ കണ്ടാലും ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അതൊരു മെത്താണോ അല്ല മിത്താണ്? എല്ലാം മിത്താണ്. മൈനനെ ചുട്ടു നിന്ന് എത്രയോ ആൾക്കാര് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ മൈനനെ കണ്ട നമുക്ക് അങ്ങനെയാണുള്ളത്. അതേപോലെ ഈ പ്രേതം എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ഹിറ്റ്ലർ
ഏകദേശം 60 ലക്ഷം ജൂതന്മാരെ കൊന്ന്. ഓക്കെ. അപ്പൊ ഈ 60 ലക്ഷം ജൂതന്മാരെ പ്രേതങ്ങൾ വന്ന് എന്തുകൊണ്ട് ഹിറ്റ്ലറിനെ കൊല്ലുന്നില്ല? ഒരു പോയിന്റ് അല്ലേ? അങ്ങനെ പറയുമ്പോ പ്രേതം ഇല്ലാന്നല്ലേ ഇതിന്റെ ഒരു ഇത്. അതായത് കറക്റ്റ്. അവർക്കൊന്നും പ്രേതമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഫുഡ് കൊടുക്കാതെ നിന്നിട്ട് ഓനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഓനെ പ്രേതം വന്ന് ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഷാമിൽ ചോദിച്ചു പോവുകയാണ് ഗായ്സ്. അതെ ഗൈസ്. അയ്യോ, അതാണ് ഗൈസ് നമ്മുടെ സ്വന്തം വിഷ്ണു. നമസ്കാരം. ഓൾറെഡി കാണിച്ചല്ലോ മോള്. അത് മറ്റേ വീഡിയോ അല്ല, അതിൽ ഉൾപ്പെടുത്തണോ? അതെനിക്കറിയില്ല. നമ്മൾ പള്ളഞ്ചി അതിമനോഹരമായിട്ട് കാണാൻ പോകുമ്പോ അത് ഒന്ന് ഉൾപ്പെടുത്തിയാൽ കൊള്ളാം. ഓഫ് റോഡ് ആണ് കുറച്ച്. ഇത് ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതാക്കാൻ വേണ്ടി പിന്നോക്കം നിൽക്കുന്നത്. ഇത് ഏതെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഇത് പുതുക്കി പണിയാണെന്ന്. ഒരു വണ്ടിക്ക് പോകേണ്ട ഒരു സ്ഥലം ഇല്ലു. അപ്പൊ വേറെ വണ്ടി അവിടെ നിർത്തേണ്ടി വരും. അത്യാവശ്യം നല്ല റോഡ് ഫുള്ള് കുണ്ടും കുഴിയാണ്. അതൊന്ന് മാറ്റിയെടുത്ത മര്യാദ അറിയാത്തവനാണെങ്കിൽ ഇവിടെ കുറച്ച് പാടാണ്. ഈ ഡെവലപ്മെന്റ് എന്ന് വെക്കുമ്പോ ഇതൊക്കെ ഒരു വേണ്ട ഡെവലപ്മെന്റ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും. കാരണം ഇതില് നമ്മൾ കുറച്ചും കൂടി പോയാൽ പാണ്ഡ്യ സ്കൂൾ കിട്ടും. പാണ്ഡ്യ സ്കൂളിൽ കുട്ടികൾ വരുന്നില്ല പഠിക്കാൻ. കാരണം അവർക്ക് ഇപ്പൊ നമ്മളെ കുറ്റിക്കോലിനായാലും അതല്ലെങ്കിൽ ഈ കുറ്റിക്കോൽ ഭാഗത്തുനിന്നായാലും അതല്ലെങ്കിൽ ബോയ്ക്കാൻ ആ ഭാഗത്തുനിന്നായാലും ഇവർക്ക് കൃത്യസമയത്ത് വരാനും തിരിച്ചു പോകാനും ഇല്ല. ട്രാൻസ്പോർട്ട് സൗകര്യം കുറവാണ്. ശരിയാണ്. പക്ഷെ നല്ല സൗകര്യമുള്ള സ്കൂളാണ്. അതെ, പാണ്ഡ്യയിൽ നമുക്ക് കിട്ടിയാലും ആരും അവിടെ പഠിക്കാൻ കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ടീച്ചേഴ്സിനെല്ലാം സുഖമാണ്, കാരണം ശമ്പളം വാങ്ങിച്ചു പോവാം. നിങ്ങൾ ഈ ഗതാഗതം ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഭാവിയിൽ പാണ്ഡ്യ വളരും. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അതാണ്. ആരും ഒരു ടച്ച് ഇല്ലല്ലോ ഇപ്പൊ. അവരവിടെ ജീവിച്ച് അവര് പുറം ലോകമായിട്ട് ഒരിതില്ല. എല്ലാരും ഒരു നാട്ടിൻപുറത്തെ പിള്ളേരായാലും അങ്ങനെ അവിടുത്തെ പിള്ളേർ അങ്ങനത്തെ ഒരു ഇതേ ഇല്ലു. അല്ലാതെ നമ്മ പോയി അങ്ങനെ. അപ്പൊ ഗൈസ് നമ്മള് ഒരു നിഗൂഢമായ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതാണ് അതിമനോഹരമായ പളഞ്ചി അല്ലേ? പളഞ്ചി ഫോറസ്റ്റ്. ഒരു പാലം. ഐ തിങ്ക് ഇത് എത്ര ആയിട്ടുണ്ടാവും ഈ പാലം ഏകദേശം? ഇതിന്റെ ഒരു കോലവും രൂപമെല്ലാം കണ്ടിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടുകാർ എന്തായാലും ഇത്ര നല്ല കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു ഇപ്പോഴും. പിന്നെ നിങ്ങൾ കാസർഗോഡ് ജില്ലക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ വഴി പോകണം നിങ്ങൾ. അതെ, ഈ ഒരു പ്രകൃതി എല്ലാം ആസ്വദിച്ച് നമ്മള് പള്ളഞ്ചിലത്തെ ചായയൊക്കെ കുടിച്ച്. 2 വീലറിൽ പോകുന്നതായിരിക്കും, 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ലെങ്കിൽ 2 വീലറിൽ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ വഴി. ഇതാണ് നമ്മളെ പാലം. പാലത്തിന് കൈവരിയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഓപ്പൺ ആണ്. മഴക്കാലത്ത് ഇതിന്റെ മുകളിലെ വെള്ളം പോകും. അപ്പൊ വണ്ടി കൊണ്ടുവന്നാൽ വെള്ളത്തിലേ പോവാം. കുറെ വണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. മഴക്കാലത്തെ ക്ലിപ്പ് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കൊടുക്കാം, കാണാൻ വേണ്ടിട്ട്. ഐ തിങ്ക് ന്യൂസ് ഒക്കെ ഉണ്ട് കുറെ വണ്ടി പോയത് വെള്ളത്തിൽ. അത് ഇട്ട് കൊടുത്തു. മരങ്ങളൊക്കെ കണ്ടോ ഗൈസ്? ഇപ്പൊ ടൈം ഒരു 5 o'clock 5:30 ആണ്. ഇപ്പോഴേ ഇവിടെ ഇരുട്ടായി. അതാണ് ഈ ഫോറസ്റ്റിന്റെ പ്രത്യേകത. ശ്യാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്യാമിൽ ഒരു ഡ്രൈവറാണ്. ഈ വണ്ടി കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. മലപ്പുറം, ഗോവ, കൊയിലാണ്ടി അങ്ങനെ പറഞ്ഞ് തമിഴ്നാട് മുതൽ കേരളം ഫുൾ കവറാക്കിയ ആൾട്ടോ ആണിത്. റെയർ ആൾട്ടോ ആണ്. ഐ തിങ്ക് എത്ര കിലോമീറ്റർ ഓടി? ഇത്ര ഓടിയിട്ടില്ല, 93,000. അത്യാവശ്യം ഓടിയിട്ട്. കുറച്ച് ഗൾഫിലും കാര്യങ്ങളിലായതുകൊണ്ട് അങ്ങനെ ഓടാൻ പറ്റിയില്ല. ഫുൾ അതിനെ ഓടി തീർത്തു. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് 3000 കിലോമീറ്റർ ഞാൻ ഓടി. ഇത് കയ്യിൽ കിട്ടാൻ കുറച്ച് വണ്ടി എന്റേതാണെങ്കിലും ഓടിയത് ഞാനല്ല. കിട്ടുമ്പോ എത്ര കിലോമീറ്റർ ആയിരുന്നു എടുക്കുമ്പോ ഉണ്ടായിരുന്നു? ഞാനിത് സെക്കൻഡ് ഹാൻഡ് ആണ് എടുത്തത്. അപ്പം ഏകദേശം ഒരു 30,000-35,000 കിലോമീറ്റർ ആയിരുന്നു. ബാക്കി ഫുള്ള് നീ ഓടിയല്ലേ? ബാക്കി ഞാൻ ഓടിയത്. ഇപ്പൊ നമ്മൾ നിഗൂഢമായ കാട്ടുന്ന പുറത്തു വന്ന് ഇപ്പൊ കുറച്ച് വെള്ളും വെളിച്ചവും ഇല്ല കാട്ടിലേക്ക് എത്തിയിരിക്കുന്നു.
വിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ പറയൂ പറയൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ വിഷ്ണു, ആ ഡിഗ്രി കഴിഞ്ഞ വിഷ്ണു ബാംഗ്ലൂരിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് 2 വർഷം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോലി എടുത്തു. പിന്നെ സ്വന്തമായി ബിസിനസ് തുടങ്ങണം, എന്റർപ്രീനർ ആവണം എന്നുള്ള ചിന്തയിൽ വിഷ്ണു നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ. എന്നെ കാണുന്നുണ്ടാവില്ല, ആണല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ 1-2 ബിസിനസ് എല്ലാം തുടങ്ങി, അത് പൊട്ടി. പക്ഷെ തോൽവികളെ നമ്മൾ ചവിട്ടുപടികളാക്കി ഇനിയും തുടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. അതെ, പക്ഷെ നമ്മളെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്, ഫണ്ടിന്റെ ഇഷ്യൂ അല്ല. അതും ആണെന്നതാ ബസ് വരികയാണ് ഇതില് കൊല്ലത്തേക്ക് ഒരു ബസ്. കൊല്ലത്തേക്കല്ല, ഡെയിലി ബസ്സാണിത്. ബട്ട് ഒരു ബസ്സേ ഇല്ല. കുറച്ച് ബേക്കിലോട്ട് പോയി അവരെ സഹകരിക്കുക. ഒരു ബസ് റൂട്ടേ ഇല്ല, ബസ് ഫുള്ളുണ്ട് വേസ്റ്റ് റോഡ്. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം സഹകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷകരമായ. അതെല്ലായിടത്തും അങ്ങനെയല്ലേ? അതെ, എന്ത് കാര്യത്തിലായാലും അങ്ങനെ. പരസ്പര സഹകരണം എന്നും നല്ലതാണ്. അതെ, സഹകരിക്കൂ, ജീവിക്കൂ. ഇവിടെയൊക്കെ അത്യാവശ്യം വീടെല്ലാം ഉണ്ട്, അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നത്, റബ്ബർ, അടക്ക, അങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബിസിനസിന്റെ അല്ലേ പറഞ്ഞ, അപ്പൊ ഈ ബിസിനസ്സിലുള്ള ഫണ്ട് സ്വരൂപിക്കാനായി നമ്മളൊന്ന് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ബിസിനസ് ഒരു ടൈം കേരളത്തിലല്ല വിദേശത്ത് ഓപ്പൺ ആക്കാൻ നമ്മൾ സാധ്യതയുണ്ട്. അതെ, അതല്ലേ ബെസ്റ്റ്. ഇപ്പം കേരളത്തിൽ പറ്റി പറയുകയാണെങ്കിൽ വിഷ്ണുവിന് മാംഗോസ് എന്ന് പറഞ്ഞ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു കമ്പനി ഉണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ എവിടെ വിദേശത്തിലോ എവിടെ വേണമെങ്കിലും ടൂർ പോകണമെങ്കിൽ വിഷ്ണുവിനെ സമീപിച്ചാൽ മതി. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സമീപിക്കാവുന്നതാണ്. ചെയ്തു തരുന്നതായിരിക്കും. അവന്റെ ഇൻസ്റ്റഗ്രാം ഐഡി ഞാൻ ബയോയിൽ കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഏത് സഹായത്തിന് നമ്മളുണ്ട്, നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എണ്ണ, എന്ത് വേണമെങ്കിലും പ്രകൃതിദത്തമായ എനി നാച്ചുറൽ പ്രൊഡക്ട്സ് എന്റെ ഇൻസ്റ്റാഗ്രാം അതും ഇവന്റെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചായപ്പൊടിയില് ഇത് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ചായപ്പൊടി വരുന്നത്. കുറ്റിക്കോലിന് വന്നിട്ട് ആ റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത ശ്യാമില്. കുറ്റിക്കോലിന് ഇതാണ് നമ്മള് പാണ്ടിയിലേക്ക് പോകുന്ന റൂട്ട്. അതിൽ പള്ളങ്കി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമം, അതിമനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ ചായപ്പൊടിയ. ഇതാണ് നമ്മുടെ കടന്റെ ഉൾവശം. ഇന്ന് സമൂസയും ഗോളി ബജിയും അതേപോലെ ബോണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഇച്ച. ഹായ് കൊടുക്കും പ്രേക്ഷകർക്ക്. നിങ്ങളെ പീടിയൊക്കെ കച്ചവടം കൂടും, എല്ലാരും ഇങ്ങോട്ട് വരും പരിധിട്ട്. ഇപ്പൊ സമൂസ മസ്റ്റ് ട്രൈ ആണ്. സമൂസനെ കുറിച്ചിട്ട് എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞായിരിക്കും ബെസ്റ്റ്. എടുത്തോ പ്ലേറ്റ് നാളെ എടുക്കാം. സമൂസ ചെറുട്ടായി പോയല്ലേ. സമൂസ നല്ല സമൂസ. ബാക്കി കാഴ്ചകൾ പിന്നെ കാണിച്ചു തരാം. വണ്ണ് കണ്ടിട്ട് പോയതല്ല, 2 തന്നെ നേരെ പറ്റണ്ട കണ്ടില്ല, എന്നാലും മടുപ്പില്ലല്ലോ. അതിന്റെ വണ്ണിന്റെ കഥ അല്ല, 2 വേറെ തന്നെ കഥ. വണ്ണിന്റെ ബാക്കിയല്ല ഇത്. വണ്ണിന്റെ ബാക്കി എന്നാലും 2 മറ്റേ കാണാം. വണ്ണ് അങ്ങനെ ബാക്കി എന്ത് കാണാനൊന്നുമില്ല. വാഴനെ കുറിച്ചിട്ടാണ് വയസ്സ്. ഒരു ഗോളേജ് ഉണ്ട്, അത് കേട്ട ഗ്യാപ്പിൽ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഒരു ഗോളേജ് ഗൈസ്.
ശ്യാമിനടുത്ത് ദുബൈക്ക് പോവാണ്, ഞാനും അടുത്ത് പോകും. പോയായിട്ട് ഇതും അതിന് മുമ്പ് ഗോൾ കഴിഞ്ഞിട്ട് പോവാന്ന് ഞാനും വിചാരിച്ചു. ഈ അടുത്ത് സമോസയും ചായലും മിസ് ചെയ്യുമെന്ന്. മിസ് ചെയ്യും. ഞാൻ ഒറ്റക്ക് വരേണ്ടി വരില്ല ഓർമ്മയൊക്കെ ബേജാറാവും. നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടായി, ഗോളി വജിയും കൂടി എടുക്കാൻ പോയി. ഓട്ടോ ഉണ്ടായ ഓട്ട് ഹോർലിക്സ് തീർന്നു. എവിടെ സ്കൂൾ ഗൈസ്. രണ്ടാമത്തെ പ്ലേറ്റ് ഗോളി വെച്ചാണ്. ശ്യാമിൽ ഹോർലിക്സ് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് വേഗം തീർത്ത്. ഓൾറെഡി 4 സമോസയും 2 സുഖിയും. രണ്ടാം പ്ലേറ്റ് ഗോളി വെച്ചാണ്. ഈ സാമ്പാർ നല്ല ടേസ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞ് സോഡ സർവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിഷ്ണു. എന്താ രണ്ടു പറയണം? വേണ്ട, ഒന്ന് വരെ മുടിയാണ്. എനിക്ക് സമയമുണ്ടോ? അല്ല, ഉണ്ടോന്ന് വെറുതെ ഇരിക്കാൻ സമയമില്ല. ഞാൻ പാടുന്ന വണ്ടി എടുത്തിട്ട് പോയിക്കോളാം. അങ്ങനെ പോവാൻ ഞാൻ പവിത്ര പറഞ്ഞ പോലെ കൗലന്നല്ല കളയിൽ പറയണം. ഇപ്പൊ നീ വണ്ടി എടുത്തിട്ട് പറക്കൊണ്ട് കുട്ടിക്കോലിനെ എടുക്കില്ല. ഇതാ പ്ലെയർ വരികയാണ് ഗൈസ്. കടന്നു വരൂ. എത്ര ഗോൾ അടിച്ചു? നമ്മുടെ ഇച്ഛൻ്റെ മോൻ ഭയങ്കര വലിയ ഫുട്ബോൾ പ്ലെയർ ആണ്. എത്ര ഗോൾ അടിച്ചു? എന്താ ടയർഡായ? ഒരു ഹോർലിക്സ് എടുത്ത് കൂടി കിണറ്റില് സോഡത്ത് എടുക്കട്ടെ. ഫുട്ബോളിൽ ഔട്ടായോ ചോദിക്കുന്നു ഉപ്പ. ഈശ്വര, ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ. ഭയങ്കര സപ്പോർട്ടീവ്. നമ്മളെ എന്ത് കളിക്കാൻ പണിയെടുക്കാറ് വീട്ടിലുണ്ട്. ഇവരങ്ങനല്ല, എന്ത് കളിച്ചിട്ടല്ല കിട്ടുന്നത്. കച്ചവടം ഉണ്ടാവുമ്പോൾ കച്ചവടം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടീന്റെ ഒരു ടൂറ് കാണിച്ചാലോ? ടൂറാ? വണ്ടി ഒന്ന് കാണിച്ചാലോ? കാണിക്കാം. നല്ല ശരിപ്പടെ പോയതായിരിക്കും. നല്ല സാമ്പാർ കേട്ടോ. ഫുട്ബോൾ പ്ലെയറിന്റെ സോഡ സർത്ത് എന്താവുന്നു എന്തോ. സൂപ്പർ സാധനം. കുടിച്ചോക്കി. നല്ല തണുപ്പും നല്ല കറക്റ്റ്. കരിപ്പൊടി പറഞ്ഞ കാദർ കരിപ്പൊടി വലിയ ഫാനാണ്. ശ്യാമില് അജുബായി റോളമാളിന്റെ ഫാനാണ്. തിരിഞ്ഞാട തല. അതിന് കുറച്ച് ഇനി നമ്മള് ബില്ലെല്ലാം കൊടുത്തിട്ട് കാണിക്കാം ബാക്കി കാഴ്ചകൾ. ഗൈസ്, ഇവിടെ റേറ്റ് ഭയങ്കര ചീപ്പാണ്. 162 എത്ര കൊല്ലായി ഷോപ്പ് തുടങ്ങിയിട്ട്? 10 വർഷം. ശരി ശ്യാമിന്റെ വണ്ടിയിലെ ഒരു എന്ത് കടന്റെ പുറത്തുനിന്ന് നേരെ കാണിക്കണ്ടേ? ഇതാണ് കട. ഇതാണ് നമ്മളെ വണ്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതെപ്പോ എണീറ്റ് പോകുന്നതിൽ ഇതിൽ ഒട്ടിച്ച് വെച്ചാണ് ഗായ്സ്. മോഡിഫൈ ആണ് ഗൈസ്, എല്ലാം മോഡിഫൈ. ഇതൊന്നും ഇല്ല. വെറൈറ്റി വേണ്ടേ? ഇതൊരു പടക്കുതിരാണ് ഗൈസ്. ഇത് എവിടെ പോയാലും ഇതുവരെ നമ്മളെ വൈക്കിട്ടിട്ടില്ല. അതെ ഗൈസ്, അത് മാത്രമേ ഇതിനെ കൊണ്ടൊരു ഉപകാരം. ശ്യാമിലിനെ കൊണ്ട് മാത്രം ഇത്ര വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല. പക്ഷെ വണ്ടീനെ കൊണ്ട് നല്ല ഉപകാരമുണ്ട്. ഓനിനെ കൊന്ന് ഗൈസ്, ഇതിനെ കൊന്ന് ഗൈസ്. ടയർ മാറ്റാനായടാ? ഇല്ലല്ലേ? ഇല്ല. എന്താ പറയുക, പോവാല്ലേ? പോ. ഞങ്ങൾക്ക് മുടി കളയാറുണ്ട്. അപ്പൊ നീ എന്നെ നാടാക്കിയ അത് നടക്കും. ഗൈസ്, നമ്മളെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ചായയിലെ ചായയും പള്ളഞ്ചിയിലെ ചായയും ഫോറസ്റ്റ് വ്യൂയും. അടുത്തത് എന്ത് ശ്യാമിൽ? നീട്ടോ ടാഗ് എന്തിടും? തംബ്നെയിൽ എന്തിടും? കൊക്ക്
കൊക്കിലൊതുങ്ങാത്ത കടികൾ. അത്രയ്ക്കൊക്കെ വേണോ? അല്ല വണ്ടി പോകാൻ അവസാനിപ്പിച്ചോ ഗൈസ്. ഗൈസ്? അങ്ങനെ നമ്മളുടെ ഇന്നത്തെ സ്മോൾ ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത ബ്ലോഗുമായി വീണ്ടും കാണുന്നതാണ്. ബൈ ബൈ. നമ്മളെ പഴയ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയും നമ്മളിപ്പോ തിരിച്ചു പോകുന്നത് മറ്റേ പാലത്തിന്റെ പാലത്തിന്റെ റൂട്ടിലേക്ക്. ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവിടുന്ന് 2 റൂട്ട് ഉണ്ട്. ഒന്ന് ഫോറസ്റ്റ് വ്യൂ, ഒന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് ചായപ്പിടിയിൽ ചായ കുടിക്കാം. നമ്മൾ ഏകദേശം പാർട്ടി ഗ്രാമമാണെന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല. പാർട്ടി ഗ്രാമമാണ്, പക്ഷെ ആശയങ്ങൾ പല പല ആശയങ്ങളുള്ളവരെ ഉള്ളിലുണ്ടാവുമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികം. ഓരോ ഗ്രാമമായിരിക്കും, പക്ഷെ അതിനുള്ളിൽ ഒരു അത്ര ഇതുണ്ടായില്ല. ആശയങ്ങൾ മാറാം. ഇതാണ് പാലം. പള്ളഞ്ചി തൂക്കുപാലം ഇവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു പാലം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, വൈൻഡ് അപ്പ് ചെയ്തു.